ഇന്നൊരു ചോക്കോ കോൺഫ്ലെക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണല്ലേ കോൺഫ്ലെക്സ്, പ്രത്യേകിച്ച് ചോക്ലേറ്റിൻ്റെ കോൺഫ്ലെക്സ് ആകുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഓട്സ് ആണോ അത് ഉപയോഗിക്കാവുന്നതാണ്. റോൾഡ് ഓട്സ് ആണെങ്കിൽ റോൾഡ് ഓട്സ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, അതായത് മിൽക്ക് പൗഡർ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഈ ബട്ടറെല്ലാം ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബട്ടറെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൊടികളില്ലേ, അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷമാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടയില്ലാതെ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊട്ടും കട്ടൊന്നും പിടിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടും കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നല്ല ചൂടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്നത് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം വീണ്ടും. അപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കയ്യിൽ ഒട്ടി പിടിക്കാതെ ഇരിക്കാനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്ത ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലെക്സ് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടി എല്ലാ ഭാഗവും ഒന്ന് ഒരേ തിക്നെസ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കത്തിയിൽ വേണമെങ്കിൽ ഒരു അല്പം ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ, അങ്ങനെ പറ്റി പിടിക്കാതിരിക്കാനായിട്ട്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ബോൾസ് ആക്കിയിട്ട് എടുത്താലും മതി. ഇനി ഇത് വീണ്ടും നമുക്കൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വിധത്തിലാണ് കേട്ടോ നിങ്ങൾ ഈ കോൺഫ്ലെക്സ് തയ്യാറാക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇത് വേറൊരാളും കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. പിന്നെ ഇത് കുട്ടികളെ ഒക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും, കാരണം അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തമ്മിൽ ഇത് ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ കേക്ക് എല്ലാം ബേക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലെക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവനുള്ളവർക്ക് ഓവനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 12 to 14 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കായിട്ട് നമ്മൾ സാധാരണ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു പഴയൊരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്നത് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചോക്കോ കോൺഫ്ലെക്സിൻ്റെ പാത്രം ഇതിലേക്ക് പതുക്കെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. കൈയൊന്നും സൈഡിലൊന്നും തട്ടിപ്പോവരുത്.
ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലും നമുക്ക് 12 മിനിറ്റ് തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. വീണ്ടും ഒരു 6 മിനിറ്റ് കൂടി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ തീക്ക് അനുസരിച്ചിരിക്കും കേട്ടോ ഈ ബേക്കിങ്ങിൻ്റെ സമയം. അപ്പോൾ 12 മിനിറ്റ് മതിയായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കണം കേട്ടോ. നിങ്ങളൊന്ന് എടുത്തിട്ട് നോക്കണം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ചോക്കോ കോൺഫ്ലെക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഈ കോൺഫ്ലെക്സ് ആണിത്. നമുക്കിത് കുറച്ച് ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. എത്ര ദിവസം വേണമെങ്കിൽ കേടാവാതിരിക്കും. പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ചേർത്തിരിക്കുന്നത് റാഗി പൗഡർ, അതുപോലെ ഓട്സ്, ഹണി എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നല്ല കുറച്ചുകൂടെ നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാമല്ലോ. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഒരു കുറേ സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കാനായിട്ട്. ഇത് ഉരുട്ടിയെടുക്കുന്ന ഒരൊറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് 1-2 പേരും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. പിന്നെ അപ്പോൾ കോൺഫ്ലെക്സ് നമുക്കറിയാമല്ലോ കുട്ടികളെ എങ്ങനെയാണ് കഴിക്കാൻ. ആവശ്യത്തിന് എടുക്കാം, അതിൽ പാലൊഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കിയ അന്ന് അത്ര ടേസ്റ്റ് തോന്നില്ല. നമ്മൾ അടച്ച് ചൂടാറിയതിന് ശേഷം അടച്ച് ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഒരു വ്യത്യാസം തോന്നില്ല. അപ്പോൾ ഇത് അല്പം മധുരം കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.